മുത്തവല്ലിക്കാണ് ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത് നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് അല്ലേ? നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെൻറ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് വഖഫ് ബോർഡ് ചെയർമാൻ അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്ക് എതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും കൂടി എറണാകുളത്ത് വന്ന വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വാക്ക് കൊടുത്താണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. ആ സർക്കാർ ഇറങ്ങിയിട്ടും സർക്കാർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് വഖഫ് ബോർഡ്. അവർ കൊണ്ടുപോയി പോണ പോക്കിൽ ഇനി വരാനിരിക്കുന്ന സർക്കാർ, ഞാൻ പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമുള്ളതെന്ന്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് വെച്ചിട്ട് പോയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല 8ൻ്റെ പണിയാണെന്ന് ചെയ്തിട്ട് പോയത്. കുഴപ്പമില്ല, അതും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. തെറ്റായ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അത് റദ്ദാക്കാനായിട്ട് നിയമപരമായ നടപടി തുടങ്ങി. അത് നമ്മളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടപെടൽ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുകയാണ്, അവിടെ ആ പാവപ്പെട്ട മനുഷ്യർ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് അത് പ്രൊട്ടക്റ്റ് ചെയ്യും അവരെ. പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനവും ആ ഭൂമിയിലെ പൂർണ്ണ അവകാശവും കൂടി അവർക്ക് വാങ്ങിച്ചു. അതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഒരേ കാര്യം ആവർത്തിച്ച് പറയണത് തന്നെ. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? കുത്തിത്തിരിപ്പാണ് അത് ചോദിക്കണത്. അത് വേണ്ട, എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിക്കണ്ട. റിപ്പോർട്ട് വരട്ടെ. എന്താ ചെയ്തത്? നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ നമുക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനമാണ്. എന്താ തീരുമാനം? കേസെടുത്തില്ല അവർക്കെതിരായി. അപ്പോൾ ഇരകളായ കുട്ടികൾ പോയി കോടതിയിൽ പോയി. അപ്പോൾ കോടതി കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. കോടതി കേസ് അന്വേഷിക്കാൻ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ആ കേസ് അന്വേഷിച്ചു. ആ കേസ് അന്വേഷിച്ചതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് കോടതിയിൽ പറഞ്ഞ് എൻ്റെ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ടില്ല എന്ന് പച്ചക്കള്ളം പോലീസ് കോടതി പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അതിൻ്റെ വീഡിയോ ഹാജരാക്കി. വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. എല്ലാ ചാനലുകളിലും കൂടി വീഡിയോ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അങ്ങനൊരു വീഡിയോ ഇല്ല എന്ന് പോലീസ് കോടതിയിൽ പച്ചക്കള്ളം പറഞ്ഞു ഇല്ലേ? അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന്, പുനരന്വേഷണമല്ല, റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ആ അന്വേഷണം നടത്തിയില്ല. ആ അന്വേഷണം വെച്ചു താമസിപ്പിച്ചു ആണല്ലോ. ആ ഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അത് അന്വേഷിപ്പിച്ചു. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത്. അതിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി, ആ റിപ്പോർട്ട് പരിശോധിച്ച് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകും. അത് റിപ്പോർട്ട് പരിശോധിച്ചിട്ട് വേണം. ഇപ്പം എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഹോം മിനിസ്റ്റർ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ട് കിട്ടി ഈ ആദ്യ ഘട്ടത്തിലായിട്ട് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നു. ആ എന്തൊരു ക്രൂരമായ മർദ്ദനമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. അവിടുത്തെ SP കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി, DYSP ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി ഇല്ലേ? ഒരുപാട് മാനിപ്പുലേഷൻസ് അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഒരു ക്രൂരമായി കുട്ടികളെ മർദ്ദിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി കടന്നുപോയി കഴിഞ്ഞ ശേഷമാണ് പുറകെ വന്ന ഈ ടീം പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന, എന്നുവെച്ചാൽ അവരുടെ ലോക്കൽ പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന, അവർ
പോയി കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധമില്ലല്ലോ. ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ തല്ലിയൊന്നുമില്ല. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ടും പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഈ വണ്ടിയിൽ വന്നിറങ്ങിയ സംഘം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ്. കേരളത്തിൽ ആരെങ്കിലും അത് കണ്ട സഹിക്കുമോ? മക്കളുള്ളവരാരെങ്കിലും കണ്ട അത് സഹിക്കുമോ? ഞാനതല്ലേ പറഞ്ഞത്, ചില കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. വരട്ടെ, നമ്മളെ റിപ്പോർട്ട് മുഴുവൻ പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനങ്ങളുണ്ടാവും. ഉചിതമായ തീരുമാനം, അതല്ലേ ഞാൻ പറഞ്ഞത്. മനസ്സിലായി, എനിക്ക് ചോദ്യം മനസ്സിലായി. ഉചിതമായ തീരുമാനങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ആ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിക്കട്ടെ. ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ ചെയ്തത്, പിന്നെ നോക്കട്ടെ. മുൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം കേരള ഹൗസിന്റെ ഗേറ്റുകൾ അടച്ച് ഡൽഹിയിലെ മലയാളി സമൂഹത്തിന് കേരള ഹൗസിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. എന്നിട്ട് പിൻഭാഗത്തു കൂടെ ക്യാമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ വാർത്തകളൊക്കെ വന്നു. ഇത് ഡൽഹി മലയാളികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ഈ മുൻ മുഖ്യമന്ത്രി ചെയ്തു വെച്ചൊരു സംഗതിയാണ്. അപ്പൊ ഈ ഗേറ്റുകൾ തുറക്കാനുള്ള ഒരു സംവിധാനം ഞാനിത് പരിശോധിക്കാം. ഞാൻ അവിടെ താമസിക്കണമെന്ന് ഓർത്തിട്ട് ഇതിൽ കൂടി മലയാളികളോ വേറെ ഏതെങ്കിലും സംസ്ഥാനക്കാരോ വരണമെന്നോർത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. എന്നെ ആക്രമിക്കാനൊന്നും അല്ലല്ലോ അവർ വരുന്നത്, അല്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ തീരുമാനം എടുത്തതെന്നറിയില്ല. ഞാനതൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എനിക്ക് അന്നൊരു പ്രശ്നമല്ല. ഞാനത് പരിശോധിച്ചു, ഉചിതമായ നടപടി സ്വീകരിക്കും. അല്ല, അത് ട്രാവൻകൂർ പാലസ് സന്ദർശിക്കണ്ടേ? സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ തലസ്ഥാന നഗരികളിലുള്ള വലിയൊരു അസറ്റാണ്. അതിനെ ഏറ്റവും ഭംഗിയായി സ്റ്റേറ്റിന് അഭിമാനകരമായ ഒരു ഹെറിറ്റേജ് സംരംഭമാണ്. എനിക്ക് വലിയ അഭിമാനം തോന്നി അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് അത് ഈ സ്റ്റേറ്റിൻ്റെ പ്രൈഡാക്കി തന്നെ നിലനിർത്തും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വരട്ടെ, എല്ലാം കൂടി ഒറ്റ ഇരിപ്പിൽ ചെയ്യാൻ പറ്റുമോ? വരട്ടെ, നമുക്ക് നോക്കാം, പരിശോധിക്കാം, നമുക്ക് നോക്കാം ഗൗരവമായിട്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്വപ്ന പദ്ധതികൾ നമ്മൾ അവരുടെ മുമ്പാകെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബജറ്റിൽ പ്രൊവിഷനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഫർദർ ഡിസ്കഷൻസ് നടക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തല്ലേ. ഇത് ആർക്കും അറിയാൻ പാടില്ലാത്തത്. വരട്ടെ, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി പോയി. ഇതെല്ലാം കൂടി എഴുതണ്ടേ, പറയുകയും വേണ്ടേ? നിങ്ങൾ തന്നെ വിഷമിക്കും. ഇപ്പൊ തന്നെ എന്തുമാത്രം ഇങ്ങനെ ആരെങ്കിലും ഇരുന്ന് തരും, പാവത്തിനെ പോലെ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ് ഞാൻ കണ്ട ചോദിക്കാൻ. നിങ്ങൾ കടമെടുപ്പിന്റെ പരിധിക്കായിരുന്നു കഴിഞ്ഞ മുൻ ധനമന്ത്രി ഇവിടെ നിരന്തരം വന്നിരുന്നത്, ഏറ്റവും അവസാന നിവേദനത്തിലും. അപ്പൊ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും? അല്ലല്ല, നമ്മളിതൊരു കേർട്ടസി കോളല്ലേ, നമ്മൾ അവരെ കണ്ടല്ലേ ഉള്ളൂ, ആദ്യം ഒന്ന് കണ്ടല്ലേ ഉള്ളൂ. ഇനി വരുന്ന വരവെന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വൈറ്റ് പേപ്പർ നമ്മുടെ പുറത്തിറങ്ങും, നമ്മുടെ ബജറ്റ് പുറത്തിറങ്ങും. നമ്മളൊരു ആമുഖമല്ലേ എപ്പോഴും പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രസന്റേഷൻ ഒന്നും അല്ലല്ലോ. നമ്മുടെ പൊതുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രശ്നം, നിങ്ങളത് അതുകൂടി പറയാം. നമ്മുടെ ബാക്ക് ബോൺ എക്കോണമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്, അല്ലേ? ഈ ഗൾഫ് വാർ അതിനെ ബാധിച്ചിട്ടുണ്ട് സാരമായിട്ട്. 1. 2, ഈ ക്രൂഡിൻ്റെ പ്രൈസ് കൂടിയത് ഇപ്പോൾ 4 പ്രാവശ്യം കൂട്ടി. അതിൻ്റെ ഏറ്റവും ആഘാതം വരാൻ പോകുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കാണ്. എന്താ കാര്യം? അല്ല, ക്രൂഡ് ഓയിലിൻ്റെ അല്ല, ഞാൻ പറഞ്ഞത് ഓയിൽ പ്രൈസസ് ആണ് വില കൂടിയത്, എല്ലാത്തിൻ്റെയും കൂടി. അതിൻ്റെ അകത്ത് എന്താ സംഭവം? കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കൺസ്യൂമർ സ്റ്റേറ്റ്, അല്ലേ? നമുക്കാണ് ഏറ്റവും ദൂരെ നിന്ന് സാധനങ്ങൾ വരുന്നത്. ട്രക്കുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലേക്കാണ്, ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ഡീസലിൻ്റെ വില കൂടുമ്പോൾ ഈ ട്രക്കുകളുടെ ചാർജ് കൂടും, അല്ലേ? അത് നമുക്ക് വിലക്കയറ്റം ഉണ്ടാകാൻ പ്രേരണയാവും. ഇപ്പോൾ തന്നെ ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതിൻ്റെ നാണ്യപ്പെരുപ്പത്തിൻ്റെ ഒരു സമ്മർദ്ദം വീണ്ടും കൂടുകയാണ്, പ്രഷർ കൂടുകയാണ്. കാരണം ഇൻഫ്ലേഷണറി പ്രഷറാണ് ഈ ഓയിൽ പ്രൈസ് കൂടുന്നതോടുകൂടി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അപ്പോൾ 2-3 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗൾഫ് വാറും റെമിറ്റൻസ് കുറഞ്ഞതും
ഈ ഓയിൽ പ്രൈസ് കൂടിയതും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ഇക്കോണമിയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.